A conducting circular loop rotated about its diameter at constant angular speed 100 radian per second in a magnetic field of 0.5 Tesla perpendicular to the axis of rotation. അപ്പോൾ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു കണ്ടക്ടിങ് ലൂപ്പിനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. when the loop is rotated by 30 degree from horizontal position, the induced EMF is 15.4 millivolt. Then radius of loop is, നമുക്ക് generally induced EMF ന് equation എന്താ? Induced EMF is equal to minus d phi by dt minus d phi by dt. മൈനസ് ആയതിന് ഞാൻ ലെൻസസ് റൂൾ പ്രകാരം ഇൻഡ്യൂസ്ഡ് EMF ജനറേറ്റ് ചെയ്യുന്നത് ഫോർ ഒപ്പോസിങ് ദി ചേഞ്ച് ഇൻ ഫ്ലക്സ് ആണ്. ദാറ്റ് ഇസ് ഫോർ ദർ ഇസ് എ സൈൻ നെഗറ്റീവ്. ഇനി ഇവിടെ ആരാണ് ചേഞ്ച് ചെയ്യുന്നത്? ആംഗിൾ ആണ് ചേഞ്ച് ചെയ്യുന്നത്. ഫ്ലക്സിന് നമുക്ക് ഇക്വേഷൻ അറിയാം. ഇക്വേഷൻ എന്താ എഴുതുന്നത്? നമ്മൾ നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് കൊടുക്കാം. എന്നിട്ട് ബി എ കോസ് തീറ്റ ആണ് അല്ലേ? ഓക്കെ, ഇപ്പൊ ഇവിടെ ആരെല്ലാം കോൺസ്റ്റന്റ് ആണ്? ടേൺസ് കോൺസ്റ്റന്റ് ആണ്, ഏരിയ കോൺസ്റ്റന്റ് ആണ്, ഫീൽഡ് കോൺസ്റ്റന്റ് ആണ്, പക്ഷേ ആംഗിള് മാത്രം ചേഞ്ച് ചെയ്യുന്നു. ഡിഫറൻഷ്യൽ ഓഫ് കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ മൈനസ് ഒമേഗ സൈൻ ഒമേഗ ടി ആണ്. അപ്പൊ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF ഇസ് ഈക്വൽ ടു NAB ഒമേഗ എന്തെന്ന് വരും? സൈൻ ഒമേഗ ടി. ശരിയല്ലേ? ഓക്കെ, ഇൻഡ്യൂസ്ഡ് EMF തന്നിട്ടുണ്ട്. എത്രയാണ്? 15.4 millivolt. ഓക്കെ, ഇസ് ഈക്വൽ ടു ടേൺസ് ഇല്ല, അപ്പൊ നമുക്ക് വേണമെങ്കിൽ 1 എന്ന് എടുക്കാം. ഓക്കെ, ഏരിയ പൈ ആർ സ്ക്വയർ ആണ്, കാരണം സർക്കുലർ ലൂപ്പാണ്. പൈ ഇൻറ്റു റേഡിയസ് തന്നിരിക്കുന്നത്, റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ഇൻറ്റു ഫീൽഡ് 0.5 ടെസ്ലയാണ്. അപ്പോൾ 5 × 10⁻⁻1. ഓക്കെ, ഒമേഗ 100 തന്നിട്ടുണ്ട്, 10⁻². റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗിള് 30 ആണ്. അപ്പൊ സൈൻ 30. എല്ലാ ടേംസും നമ്മൾ എഴുതി. ഓക്കെ, അപ്പൊ r² ഇസ് ഈക്വൽ ടു, ഇവിടെ സൈൻ 30 1/2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 × 15.4 into 10⁻³ divided by pi into 5 × 10⁻⁻1 into ആരാണ്? 10⁻². ഓക്കെ, പൈ ഇൻറ്റു 5 15 പോയിന്റ് സംതിങ്. ആ മുകളിലുള്ള 15ഉം ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്യുന്നു. മുകളിലുള്ള 15.4ഉം താഴെയുള്ള 5 പൈയും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം, നിയർലി വാല്യൂസ്. അപ്പോൾ ഇതും അങ്ങ് പോയി. ബാക്കി 2 ഇൻറ്റു താഴെ പവർ 10 ഉണ്ട്, മുകളിലേക്ക് വന്നാൽ അതെന്തായിട്ട് മാറും? 10⁻². താഴെ 10 ആണുള്ളത്, ശ്രദ്ധിക്കാം. 10 അതായത് 10⁻⁻1ഉം 10⁻². അപ്പൊ 10⁻1 ആണുള്ളത്. 10⁻1 മുകളിലേക്ക് പോയാൽ -1 ആയി, -3. അപ്പൊ 10⁻⁻4. നമുക്ക് കാണേണ്ടത് ആരാ? R. ഇത് മീറ്ററിലാണ്, r². അപ്പൊ R എന്ന് പറയുന്നത് √2 ഇൻറ്റു ആരാ? 10⁻⁻2 മീറ്റർ ആണ്. ഓക്കെ, √2 എന്ന് പറയുന്നത് 1.414 ആണ്. ഞാൻ അവിടെ അപ്രോക്സിമേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ 1.4 എന്ന് എഴുതുന്നുള്ളൂ. അത്രയും സെന്റിമീറ്റർ ആണ്. 10⁻². ഓക്കെ, then that is ഇത്രയും മില്ലിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 14 millimeter.